ബിഗ് ബോസിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ അതിഥി ആരാണ്? എല്ലാവരും നെവിനെയാണ് ഗസ് ചെയ്യുന്നത്. പക്ഷേ വരാൻ പോകുന്നത് സ്പൈക്കുട്ടനാണ്. പക്ഷേ സ്പൈക്കുട്ടൻ വരുമ്പോൾ അതിന് ഇത്രയധികം പാട്ടും കൈകൊട്ടിക്കളിയുടെ ആവശ്യമില്ല. കാരണം ഓൾറെഡി സ്പൈക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ഈ പറയുന്ന ഇവരുടെ എല്ലാവരുടെ ഇടയിൽ നിന്നിട്ടുണ്ട്. ഇവരെല്ലാവരും നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴില്ലാത്ത ഒരു ആവേശം അതെന്തിനാണ് എന്നുള്ളൊരു സംശയമുണ്ട്. നെവിൻ അല്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ സ്പൈക്കുട്ടൻ അല്ലെങ്കിൽ ആരോ ഒരാൾ അതിഥി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നൂറയുടെ ഒരു സന്തോഷവും കൈകൊട്ടലും ഒക്കെ കണ്ടിട്ടാണ് ഇത് നെവിൻ അല്ല എന്ന് പറയുന്നത്. നമ്മൾ കണ്ടത് ഒരു ചെറിയ പ്രൊമോ മാത്രമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വരുന്നത് നെവിൻ തന്നെ ആയിരിക്കാം. പക്ഷേ നെവിൻ വരുന്നതിന് മുന്നേ അവിടെ കയറുന്നത് സ്പൈക്കുട്ടനാണ്. സ്പൈക്കുട്ടൻ വരുന്നത് കണ്ടിട്ടാണ് അവിടെ എല്ലാവരും ചിരിക്കുന്നതും കളിക്കുന്നതും കൈകൊട്ടുന്നതും അതുപോലെ ആര്യൻ താഴോട്ട് നോക്കി ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്നതും. ആ ഒരു സല്യൂട്ട് എന്തായാലും സ്പൈക്കുട്ടന് തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇത് ഓണമാണ്. അപ്പം ഓണത്തിന് നമ്മുടെ നെവിനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നൊക്കെ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കാം. ഇനി ഒരു ലോങ് ഗസ് പറയുകയാണെങ്കിൽ ഇത് നെവിനായിരിക്കില്ല, ലാലേട്ടൻ നേരിട്ട് വരുന്നതും ആയിരിക്കാം. പക്ഷേ എവിടെയും ലാലേട്ടൻ ഇതേ കണക്കൊരു ഷൂട്ട് ചെയ്തു എന്നുള്ള ഒരു തരത്തിലുള്ള ക്ലൂവും തന്നിട്ടില്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ഇനി നെവിനാണ് വരുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓഡിയൻസ് ആണ്. ഏതാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ കഴിയത്തില്ല. നെവിൻ തിരിച്ചു വരണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്നവരുണ്ട്. അവൻ അത്രയും നിസ്സാരമായിട്ട് കണ്ടതുകൊണ്ടല്ലേ, മണ്ടത്തരം കാണിച്ചത് കൊണ്ടല്ലേ അങ്ങനെ ഇറങ്ങിപ്പോയ ഒരുത്തനെ എന്തായാലും ബിഗ് ബോസ് തിരിച്ചു വിളിക്കരുത്. അങ്ങനെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നാണക്കേടാണ് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. ഈവൻ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ താഴെ കമൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ആ ഒരു പ്രൊമോയ്ക്ക് താഴെ കമൻസ് കൊടുത്തിട്ടുണ്ട്. ഇവനെയൊക്കെ തുടക്ക സമയത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഇവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കമൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നെവിനേ ഉണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസിൽ ആകെ കൂടി ഒരു എന്റർടൈൻമെന്റ്. നെവിന്റെ ആ ഒരു ചേഷ്ടകളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നത്. അവനെ പിടിച്ച് കളയാതെ രേണു സുധീനെയോ അനുമോളെയോ ഒക്കെ പിടിച്ച് പുറത്ത് കളയെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നെവിൻ ആയിരുന്നു. അതൊരു പരിധിവരെ എന്റർടൈൻമെന്റും ആയിരുന്നു. ഒരു പരിധിവരെ നെവിന്റെ ഒരു നല്ലൊരു ഗെയിം പ്ലേ അവിടെ ഉണ്ടായിരുന്നു. ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അതുപോലെ ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിട്ടുണ്ട് നെവിൻ. ആ ഒരു ലെവലിലേക്ക്, അതായത് ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു ലെവലിലേക്ക് നെവിൻ എത്തിയതിന് നെവിനെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവിടെയുള്ള പല വ്യക്തികളും അത്തരത്തിലൊരു കീ കൊടുത്ത് കറങ്ങി കളിക്കുന്ന ഒരു പാവ മാത്രമാണ്. അത്തരത്തിൽ കീ കൊടുക്കുന്നത് ജിസേൽ ആയതുകൊണ്ട് തന്നെ ജിസേലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കുറ്റം പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസിൽ ഒരു ഗെയിം തുടങ്ങിയിട്ടില്ല. ബിഗ് ബോസ് ആണ് കഷ്ടപ്പെട്ടവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് കളിക്കുന്ന ഗെയിം കണ്ട് കുറേയൊക്കെ അങ്ങ് വിലയിരുത്തി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് ആര്യനാണ്. ഇത് റിവേഴ്സ് സൈക്കോളജിയിൽ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നത് കൊള്ളാം, പക്ഷേ അത്ര ഓവറായിട്ട് ഈ ഒരു ഗെയിമിനെ എടുത്തിട്ട് ഗെയിം നന്നായിട്ട് പെർഫോം ചെയ്യാതെ ഈ പറയുന്ന ടാസ്കുകൾ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. അതുപോലെ തന്നെ ഈ ജിസയിൽ ഈ പറയുന്ന എല്ലാ വ്യക്തികളെ, എല്ലാ മത്സരാർത്ഥികൾക്കും ഒരുമാതിരി സെഡേഷൻ കൊടുത്തിട്ട് എന്തോ മരുന്നടിപ്പിച്ചിട്ട് അവരെ എല്ലാവരെയും തൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. ഇനി അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ അനുമോൾ ഇതുവരെ ബിഗ് ബോസിൽ വന്നതാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് എന്നുള്ളൊരു ബോധവും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ ശരിക്കും എന്താണോ അനുമോള്, അതായത് സ്റ്റാർ മാജിക്കിലും അതുപോലെ തന്നെ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലും ലൈഫ് ചെയ്ത അനുമോള് ബിഗ് ബോസ് ഹൗസിൽ പോയി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വേദി ആണെന്ന് ചിന്തിക്കാതെ റിയൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന, റിയൽ ആയിട്ട് ആളെന്താണോ അത് അവിടെ കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനുമോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മേ ബി അനുമോളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് റിയൽ ആയിട്ട് നിൽക്കണം. ഓക്കെ, അനുമോൾ റിയൽ ആയിട്ട് നിൽക്കുന്നു, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇന്ന് ബിഗ് ബോസിൽ നെവിൻ തിരിച്ചു വരികയാണെങ്കിലുള്ള ഒരു കോലാഹലങ്ങളൊക്കെ നമുക്ക് കാണാം. ഇന്നത്തെ ലൈവ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളും സ്റ്റേ ട്യൂൺ ഫോർ ദ ലൈവ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോസ് ഓഫ് സീരിയൽ ഗ്രാൻഡ്മ. അപ്പോൾ എന്തായാലും സീരിയൽ ഗ്രാൻഡ്മയിൽ ലൈവ് അപ്ഡേറ്റ്സിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.